മലയാള സിനിമകളിലെ അബദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോജിക് മിസ്റ്റേക്കുകളെക്കുറിച്ച് മാത്രമല്ല നാം ഈ എപ്പിസോഡിൽ സംസാരിക്കാറ്. അൺകട്ട് ബ്ലൂപ്പേഴ്സിനെ കുറിച്ചും കണ്ടിന്യൂറ്റി മിസ്റ്റേക്കിനെ കുറിച്ചുമെല്ലാം നാം സംസാരിക്കാറുണ്ട്. എഡിറ്റിംഗിനിടെയും ഡബ്ബിങ്ങിനിടെയും സംഭവിച്ച ചില അബദ്ധങ്ങളെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. ഇന്നും നാം സംസാരിക്കുന്നത് അത്തരത്തിലുള്ള പല അബദ്ധങ്ങളെക്കുറിച്ചുമാണ്. രണ്ടായിരത്തി 2024 വാനോളം പ്രതീക്ഷകളുമായി വന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ ചിത്രമായിരുന്നു മലൈക്കോട്ട വാലിബൻ. തിയേറ്റർ കുലുക്കുന്ന മാസ് പടം എന്ന പരിവേഷത്തിൽ വന്ന ചിത്രം പക്ഷേ ഒരു മുത്തശ്ശി കഥയായി മാറി. വാലിബന്റെ കഥ കാലദേശ ഭാഷ അന്തരങ്ങളില്ലാത്ത സിനിമയാണ്. കഥ നടക്കുന്ന കാലഘട്ടം വ്യക്തമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ അത് പഴയ കാലഘട്ടമാണെന്ന് വ്യക്തമാണ്. അതും പോർച്ചുഗീസുകാർ വന്ന കാലം. കാരണം സിനിമയിൽ പോർച്ചുഗീസുകാരെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആ സിനിമയിലെ ഈ സീൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ ഒരു രംഗത്തിൽ വ്യക്തമായി ഒരു മൊബൈൽ ഫോൺ ടവർ പിന്നിൽ കാണാം. പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ അത്തരത്തിലൊരു ടവർ എങ്ങനെ കോട്ടയ്ക്ക് പിന്നിൽ വന്നു? അതും ചിലപ്പോൾ ഒരു LJP ബ്രില്യൻസ് ആയിരിക്കാം. ആ സിനിമയിലെ വാലിബന്റെ ഇൻട്രോ സീനിലെ ഫൈറ്റ് രംഗത്തിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത് കാണാം. ഈ രംഗത്തിൽ ഒരു കൈ വ്യക്തമായി കാണാം. ദൂരെ ഇരിക്കുന്ന വാലിബന്റെ കൈകളല്ല അത്. ഇത്ര ദൂരത്തേക്ക് ഒരിക്കലും തന്നെ കൈ എത്തിക്കാൻ കഴിയില്ല. എന്റെ കൈ നീളും. ആ തുണി വീശിയെറിയുന്ന ക്രൂ മെമ്പറുടെ കൈയായിരിക്കാം അത്. 2003 റാഫി മക്കാട്ടിൻ എഴുതി ജയരാജ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് തിളക്കം. ആ സിനിമയിൽ ജഗതി ശ്രീകുമാർ കിണറ്റിൽ വീഴുന്ന രംഗമുണ്ട്. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமான. ഈ സീനിൽ ജഗതിയുടെ തലയിൽ വീണ കലം കഴുത്തിൽ കുടുങ്ങാവുന്ന രീതിയിൽ മുകൾ ഭാഗം മാത്രമാണ് പൊട്ടിയത്. എന്നാൽ വീഴുന്ന സമയത്ത് ആ കലം രണ്ടായി പിളർന്നു പോകുന്നത് കാണാം. ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രമാണ്. നിർണയം സിനിമയിലെ ചില രംഗങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചത്. കൊടും ക്രൂരനായ വില്ലനായ ഡോക്ടർ അതിപ്രധാനമായ ഒരു ഡാറ്റ ആശുപത്രിയിലിരുന്ന് ചെക്ക് ചെയ്യുന്നത് പെയിന്റിൽ ചിത്രം വരച്ചുകൊണ്ടാണ്. ഡോക്ടർക്ക് MS പെയിന്റ് ഉപയോഗിച്ചുകൂടാ എന്നൊന്നുമില്ല, പക്ഷെ ഇതൊരു കൗതുകം മാത്രമാണ്. റോളക്സ് ആയിരുന്നു ഈ കാര്യം ആദ്യമായി കമന്റ് ചെയ്തത്. മലയാള സിനിമയിൽ സ്ഥിരമായി ചേസിനിടയിൽ കാണുന്ന ഒന്നാണ് കാർ പറക്കുന്നത്. ചെരിഞ്ഞ പ്രതലത്തിലൂടെ കാർ ഓടിച്ചു കയറ്റിയാൽ ഇത് സാധ്യമാണ്, പക്ഷേ മലയാള സിനിമയിൽ അങ്ങനെയല്ല. നിർണയത്തിലേതുപോലെ താഴേക്ക് പോകുന്ന കാർ പോലും മുകളിലേക്ക് പറക്കുന്നതായി കാണാം. അതൊരിക്കലും തന്നെ സാധ്യമല്ല. അത് ഫിസിക്സിനെതിരാണ്. ഹരി ഗോവിന്ദ്, റോബിൻ മാത്യു എന്നിവരായിരുന്നു ഇക്കാര്യം ആദ്യമായി കമന്റ് ചെയ്തത്. ഈ രംഗത്തിൽ ലാലു അലക്സിന്റെ ഡബ്ബിംഗിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് കമന്റ് ചെയ്തത് ശ്രാവൺ ആയിരുന്നു. ചട്ടമ്പിനാട് സിനിമയിലെ മമ്മൂട്ടിയുടെ ഈ ഒരു സീനിൽ വെടിവെക്കുമ്പോൾ ലോക്കിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അതിനുശേഷമാണ് ലോക്ക് പൊട്ടിയതായി കാണിക്കുന്നത്. വിവേകായിരുന്നു അതിനുത്തരം ആദ്യമായി കമന്റ് ചെയ്തതും. 2009 ബ്ലസ്സി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ഭ്രമരം. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് ഇങ്ങനൊരു ചേസ് രംഗം കാണാം. ആ വിജനമായ സ്ഥലത്ത് അതിനു മുമ്പോ ശേഷമോ ഇല്ലാത്തൊരു വ്യക്തി ആ ഷോട്ടിൽ മാത്രം അവിടെ നിൽക്കുന്നതായി കാണാം. ക്രൂ മെമ്പറോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് കാണാൻ വന്നയാളോ അതിൽ പെട്ടുപോയതായിരിക്കാം. 2010 സിദ്ദിഖ് സംവിധാനം ചെയ്ത് നയൻതാര, ദിലീപ് എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ബോഡിഗാർഡ്. ആ സിനിമയിലെ ഒരു ഗാനരംഗമാണിത്. ദിലീപിന്റെ 2 കൈയുടെയും 4 വിരലുകൾ മാത്രമാണ് ഡോറിൽ കുടുങ്ങുന്നത്. എന്നാൽ അടുത്ത സീനിൽ മുഴുവൻ വിരലുകൾക്കും ബാൻഡേജ് ഇട്ടതായി കാണാം. ചിലപ്പോൾ മുറിവില്ലാത്തിടത്തും കെട്ടുകൾ നൽകുന്ന ഹോസ്പിറ്റൽ മാഫിയെ കുറിച്ചായിരിക്കാം ആ സിനിമയിലൂടെ ഉദ്ദേശിച്ചത്. 2002 K. മധു സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ചതുരംഗം. സിനിമയിൽ മോഹൻലാലിന്റെ ഇൻട്രോയിലെ ഒരു ഫൈറ്റ് രംഗമാണിത്. മോഹൻലാലിന് വേണ്ടി ഉപയോഗിച്ച ഡ്യൂപ്പിന്റെ മുഖം വ്യക്തമായി നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ കെട്ടിത്തൂക്കിയ കയറും സിനിമയിൽ കാണാം. 2013 സമീർ താഹിർ സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ ചിത്രമാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി.
ആ ഒരു സിനിമയിലെ പ്രശസ്തമായൊരു മീമായിരുന്നു ഇത്. എന്തായാലും എന്നെ തേടി വരുന്ന എനിക്കറിയാം. അതിനു മുമ്പ് വിജനമായ ഒരു കാട്ടിൽ സണ്ണി വെയിനെ തിരഞ്ഞു നടക്കുന്ന ദുൽഖർ സൽമാൻ കഥാപാത്രത്തിന്റെ ഒരു രംഗമുണ്ട്. പല സിനിമാ ഷൂട്ടിംഗ് ഉപകരണങ്ങളുമായി നിൽക്കുന്ന ക്രൂ മെമ്പേഴ്സിനെ അവിടെ വ്യക്തമായി കാണാം. ഇത്തരത്തിൽ വലിയൊരു അബദ്ധം പറ്റിയിട്ടും എന്തുകൊണ്ടായിരിക്കാം അത് കട്ട് ചെയ്യാതിരുന്നത്? I became the leader of our gang. അഹൂജ തന്നെയായിരുന്നു അപ്പോഴും എന്റെ പ്രധാന ശത്രു. എത്ര വലിയ ഡോണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മൊബൈൽ ഫോൺ നേരെ പിടിക്കാൻ അറിയില്ല. മൊബൈൽ ഫോൺ തല തിരിച്ചു പിടിച്ച് കോൾ ചെയ്യുന്നത് 2013 ദിലീപ് ചിത്രമായ ശൃംഗാരവേലൻ എന്ന സിനിമയിലാണ്. സിനിമയിൽ ഒരേ സംഭവം തന്നെ 2 പ്രാവശ്യം കാണിക്കുമ്പോൾ ആദ്യം കാണിച്ചതുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ രണ്ടാമത് കാണിക്കുന്നതിനെ കുറിച്ച് നാം മണിച്ചിത്രത്താഴ് സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സംസാരിച്ചിരുന്നു. അതുപോലെ ഒന്ന് 2012 ജോഷി സംവിധാനം ചെയ്ത റൺ ബേബി റൺ എന്ന സിനിമയിലും കാണാം. സിനിമയിൽ ജോജു ജോർജും കൂട്ടരും ഒരു വാൻ തീയിടുന്ന രംഗമുണ്ട്. ആ രംഗം ആദ്യം കാണിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ അതേ രംഗം തന്നെ വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ആദ്യം തീയിടാൻ പറയുന്ന സമയത്ത് ജോജുവിന്റെ കയ്യിൽ ബാഗ് ഇല്ല. ആ ബാഗ് എടുത്ത് പോകുന്നത് സിനിമയിലെ ഒരു ട്വിസ്റ്റ് ആണ്. ആദ്യം കാണിക്കുന്ന രംഗത്തിൽ ആ ബാഗ് ഒഴിവാക്കുകയും രണ്ടാമത് കാണിക്കുന്ന രംഗത്തിൽ ആ ബാഗ് കാണിച്ചുകൊണ്ടുമാണ് തീയിടാൻ പറയുന്നത്. അപ്പോഴതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. 2013 മാർട്ടിൻ പ്രക്കാട് സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ ചിത്രമാണ് ABCD അമേരിക്കൻ ബോൺ കൺഫ്യൂസ്ഡ് ദേശി. സിനിമയിൽ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ഡോളർ ലഭിക്കുന്ന ഒരു രംഗമുണ്ട്. ആകെ കിട്ടിയത് ഒരു നോട്ടാണ്. എന്നാൽ ബാങ്കിലെത്തുമ്പോൾ ആ നോട്ട് മാറിപ്പോകുന്നു. പോക്കറ്റിൽ നിന്നും ലഭിച്ചതായി കാണിക്കുന്നത് ഈ തരത്തിലുള്ള ഡോളറാണ്. എന്നാൽ ബാങ്കിലെത്തുമ്പോൾ അത് ഇത്തരത്തിലുള്ള ഡോളറായി മാറുന്നു. ബട്ടർഫ്ലൈ ഓൺ എ വീൽ എന്ന കനേഡിയൻ പടത്തിന്റെ മലയാളം റീമേക്കായി 2010 ഇറങ്ങിയ ചിത്രമാണ് കോക്ടെയിൽ. കൊച്ചി നഗരത്തിൽ ഒരു ദിവസം നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത്. എടി നമ്മളന്ന് പോയി കണ്ട മെറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റിലെ കടലിലേക്ക് തുറക്കുന്ന ബാൽക്കണിയിൽ ജയസൂര്യയുടെ കഥാപാത്രം വന്ന ശേഷം ഒരു ദിവസം മുഴുവൻ കൊച്ചിയിൽ പലയിടത്തായി അവരെ കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിൽ വരുന്ന ഒരാളാണ് ഇന്നസെന്റിന്റെ കഥാപാത്രം. ഞാൻ പ്യൂർ വെജിറ്റേറിയൻ, അത് ஞாபகம் വെച്ചിട്ടാ പോർക്ക് ഇരുണ്ട കൊഞ്ചം വാങ്ങിട്ട്. പക്ഷേ ഇന്നസെന്റിനെ ഇറക്കി വിടുന്ന ഈ രംഗം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇവൻ എന്ത് പറ്റി? എവിടെയൊരു കുഴപ്പമുണ്ടല്ലോ. കുഴപ്പം വേറെ എവിടെയുമല്ല, ഇന്നസെന്റിന് പിന്നിലുള്ള ആ ബോർഡൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 1 മിനിറ്റിൽ നിന്നും സ്ഥലം മാറി കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ്. ഇന്നസെന്റിന്റെ പിന്നിലുള്ള ഈ ബോർഡ് ശ്രദ്ധിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാക്കാം. 2014 ശ്യാംദർ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രമാണ് 7th ഡേ. ആ സിനിമയിൽ യോഗ് ജപ്പ എന്ന നടൻ അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു ചാർലി. ആ സിനിമയിൽ ഒരു ആക്സിഡന്റ് രംഗമുണ്ട്. ഈ രംഗത്തിലെ അബദ്ധം എന്താണെന്ന് കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.